അവൾക്ക് തീരെ സംസാരിക്കാൻ അറിയില്ല. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് അവസാനം ഒരു വഴക്കിലാണ് എത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നേരിടുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ രീതി ഒന്ന് മാറ്റിയാൽ മതി. എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ ആണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഎഫക്റ്റീവായ രീതിയാണ്. 2, കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് നിരന്തരം ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? അതായത് മുമ്പ് നടന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ ദേഷ്യം പല രീതിയിലായിരിക്കും പ്രകടമാക്കുന്നത്. ഒരുപക്ഷെ സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടോ, ചോദിച്ചതിന് ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ഒന്നും കൃത്യമായി സംസാരിക്കാതെയുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. ഇതും ഇൻഎഫക്റ്റീവായ രീതിയാണ്. 3, ആക്റ്റീവായി ലിസൺ ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു ക്ഷമയുണ്ടായിരിക്കില്ല. ഒന്നുകിൽ നോൺ സ്റ്റോപ്പ് ആയി സംസാരിക്കും, അതല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്, ഫീലിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിലായിരിക്കും സംസാരിക്കുക. ഇതും ഒരു ഇൻഎഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. ചില ആളുകൾ ഉണ്ടായിരിക്കും, എന്തെങ്കിലും കാര്യം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അത് പൂർത്തിയാകാൻ അവരെ സമ്മതിക്കില്ല. അതിനു മുമ്പേ എഴുന്നേറ്റ് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. സ്വയം വിഡ്രോ ചെയ്യും, അതായത് ആ സംസാരം പാതി വഴിയിൽ വെച്ചുകൊണ്ട് നിർത്തി പോകുന്ന ഒരു സ്വഭാവം. അങ്ങനെയാവുന്ന സമയത്ത് ഒരുപാട് സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കാത്ത പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫൈനലി ബ്ലെയിം ഷിഫ്റ്റിംഗ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം അവർക്ക് തന്നെ കൊടുക്കുന്ന ഒരു രീതി. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ് മിസ്റ്റേക്ക്, ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനോ കണ്ടെത്താനോ കഴിയില്ല. സോ ഈ രീതിയിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ രീതികളും വളരെ ഇൻഎഫക്റ്റീവായ രീതിയാണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളും സൃഷ്ടിക്കും. നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഗൈഡൻസിന് വേണ്ടി, സൊല്യൂഷന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം.